ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ, അധോലോകത്തിന്റെ രാജാവ് ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? മുംബൈയിലെ ഡോങ്ക്രിയിലെ തെരുവുകളിൽ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റേബിളിന്റെ മകനായി ജനിച്ച ദാവൂദ് പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നുമാണ് കള്ളക്കടത്തിലേക്കും ഗുണ്ടാ സംഘങ്ങളിലേക്കും തിരിഞ്ഞത്. 70കളിൽ ഹാജി മസ്താനെയും കരീം ലാലയെയും പോലുള്ള വൻതോക്കുകളെ വെട്ടിമാറ്റി മുംബൈ ഭരിച്ച ഡി കമ്പനി എന്ന ഭീകര സാമ്രാജ്യം ദാവൂദ് കെട്ടിപ്പടുത്തു. എന്നാൽ കേവലം ഒരു സ്മഗ്ലർ മാത്രമായിരുന്ന ദാവൂദ് ഭാരതത്തിന്റെ ശത്രുവായി മാറിയത് 1993 മുംബൈ സ്ഫോടന പരമ്പരയോടെയാണ്. 257 നിരപരാധികളുടെ ജീവനെടുത്ത ആ കറുത്ത ദിനത്തിന് പിന്നിലെ മാസ്റ്റർ മൈൻഡ് ദാവൂദായിരുന്നു. സ്ഫോടനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് കടന്ന ഇയാൾക്ക് ISI അഭയവും പുതിയ ഐഡന്റിറ്റിയും നൽകി. കള്ളപ്പണം വെളുപ്പിക്കൽ, ആയുധക്കടത്ത്, മയക്കുമരുന്ന് മാഫിയ എന്നിവയിലൂടെ ദാവൂദ് ആഗോള ഭീകരനായി മാറി. വർഷങ്ങളായി കറാച്ചിയിലെ അതീവ സുരക്ഷിതമായ ബംഗ്ലാവിലാണ് ദാവൂദ് കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇയാൾക്ക് ഗുരുതരമായ വിഷബാധയേറ്റു എന്നും കറാച്ചിയിലെ ആശുപത്രിയിൽ വെച്ച് മരിച്ചു എന്നും വലിയ രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഈ വിവരങ്ങൾ ഇപ്പോഴും രഹസ്യമായി വെച്ചിരിക്കുകയാണ്. ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക നായകൻ ശരിക്കും മരിച്ചോ, അതോ അവൻ ഇപ്പോഴും ഒളിവിലിരുന്ന് ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കാരണം